ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. അവിടെ എഴുതി കാണിക്കുമായിരിക്കും. അപ്പോഴേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ജസ്റ്റ് ചെറുതായിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് സിമ്പിൾ ഹമ്പിൾ, അതായത് സിമ്പിൾ റെസിപ്പി വെച്ച് ഹമ്പിളായിട്ട് ടേസ്റ്റ് ഉള്ള സാധനം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാണ്. നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 4 ഒരു മുളക്, ഒരു തക്കാളി, പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചത്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ ചിരണ്ടി വെച്ചെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോയിൽ ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ്. ബാക്കി നമുക്ക് പരിപാടികളിലൊക്കെ ഒരു സവാള ചന്ന ഭിന്ന ആയിരിക്കണം. അതാണ്, അതായത് സിമ്പിൾ ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളിന് വേണ്ടി ചന്ന ഭിന്ന. ഈ ചമ്മന്തിയുടെ പേര് സടക്ക് ചട്നി. ഓക്കെ, മറന്നുപോയില്ല, സടക്ക് ചട്നി. വല്ലാണ്ട് ചടക്കാവാതിരുന്ന കൊള്ളാം. ചന്ന ഭിന്ന കിട്ടിയിട്ടുണ്ട്. ചന്ന ഭിന്ന അടുത്ത ഏറെ ഞാൻ തന്നെ ഏറെ ഇത് കേക്കായിരുന്ന മതിയായിരുന്നു. നിങ്ങൾ സ്റ്റുഡിയോന്ന് ഇറങ്ങി ഓടുവങ്ങി. ഓക്കെ, ഇത് സിമ്പിളായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്കും അല്ലാതെ താമസിക്കുന്നവർക്കും എങ്ങനെ താമസിക്കുന്നവർക്കായാലും വീട്ടിൽ ചുമ്മാ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഇവിടെ ഗോഡ് പാത്രം കാണില്ല. തക്കാലുള്ള പാത്രം എടുക്കാം. ഈ ചട്ടി കഴിഞ്ഞ ദിവസം എൻ്റെ കൈ പൊള്ളിച്ച്, ചൂടുണ്ട്. എന്ത് ഫോണ് മാറി എടുക്കുക, ഒറ്റ അങ്ങ് വയ്ക്കുക. അടുത്ത എണ്ണ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് എണ്ണ ഓവറായിട്ട് ഉപയോഗിക്കത്തില്ല, കാരണം കൊളസ്ട്രോൾ ഒക്കെ വരും. മംഗളകരമായ എണ്ണയിൽ എന്ത് ആരംഭിക്കണോ? കോപ്പിറൈറ്റ് അടിക്കും. ഓ മൈ ഗോഡ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് ഇപ്പം ഉള്ളി വയറ്റാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ നമ്മൾ നോർമലി എടുക്കുന്ന എണ്ണയെക്കാട്ടിയും കുറച്ചല്ല, അത്യാവശ്യം കുറച്ച് വേണം എണ്ണ ഉപയോഗിക്കാൻ. ഓക്കെ, കുറച്ചും കൂടി വേണം, കാരണം ഉള്ളി വയറ്റണമല്ലോ. അതെ അതെ, നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണോ വയറ്റാം, കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇളക്കിയാണെങ്കിൽ ഇതൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. പാതി തക്കാളി എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് തക്കാളി ഇഷ്ടമില്ല, അതുകൊണ്ട്. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തക്കാളി ഇടാം, പക്ഷെ റെസിപ്പി മാറിപ്പോയിട്ട് എന്നൊന്നും പറയില്ല. തുണി എവിടെ? കിട്ടി. മറ്റേ കമ്പി ഇല്ലേ? നിങ്ങൾ എത്ര പേര് അടുക്കള കയറണമെന്ന് കമന്റ് ചെയ്യണേ. കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, കെട്ടിക്കൊണ്ട് പറഞ്ഞ പെണ്ണിനെ പാചകം അറിഞ്ഞിടയ്ക്ക് നീ പെട്ടു, സോ അടുക്കള കയറണം. അങ്ങനെ പണ്ട് അടുക്കള കയറുമായിരുന്നു, പിന്നെ കുറെ നാൾ നിർത്തി, പിന്നെ ഇപ്പോഴും കയറാൻ തുടങ്ങി. ഇപ്പൊ കയറാൻ തുടങ്ങി വെച്ചാൽ കഴിഞ്ഞൊരു 5 മാസമായി ജോലിക്ക് പോയി തുടങ്ങി. 6 മാസം, അതിൽ 5 മാസവും വെളിയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കണം നടത്തി. കാരണം എന്ന് പറയുന്നത് ബെറോട്ടയ്ക്ക് 2 രൂപ കൂടി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ബെറോട്ടയ്ക്ക് 2 രൂപ കൂടിയത് നീ വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങണം. കാരണം വെച്ചാൽ നമ്മൾ 4 ബെറോട്ട വാങ്ങിക്കുമ്പം ഏകദേശം 6 ബെറോട്ടയുടെ പൈസ ആവുകയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ 1 മാസമായിട്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് ഞാൻ നല്ല ഉണ്ടായിക്കൊണ്ടു. പിന്നെ ഇത് ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി സിമ്പിൾ ആയിട്ടാണ്. കാരണം ഇതിന്റെ റെഫറൻസ് ഞാൻ വേറൊരു വീഡിയോ നടത്തിയാണ്, പക്ഷെ അത് നല്ല അൾട്ട് ഫ്ലോപ്പായി പോയിരിക്കും. ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ നല്ല ഫ്ലോപ്പായി. പിന്നെ അത് കുറച്ച് റെസിപ്പി എൻ്റെ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ കുറച്ച് പരിപാടി ചെയ്താണ് ഈ ചമ്മന്തി ഉണ്ടാക്കിയത്. ഇത് കിടിലൻ സാധനമാണ്, 100%.
ഇനി എത്തിപ്പിക്കും. 100% ഉറപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആക്ച്വലി ഇതിങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആക്ച്വലി അവസാനം എല്ലാം കൂടെ എടുത്തിട്ട് അരയ്ക്കാവുള്ളൂ. പിന്നെ നീ എന്തെന്താ ചെയ്യണത്? ഓക്കെ, തക്കാളിയും മുളകും എല്ലാം കൂടെ ഇട്ടൊന്ന് വയറ്റണം. അതതിന്റെ ടേസ്റ്റ് കിട്ടണം. നീ എന്തിനാ പറയണത്? ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഹൈ വോളിയത്തിട്ട് ഉണ്ടാക്കരുത്, ഫ്ലെയിം കുറച്ചിട്ടും ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ടും കരിഞ്ഞു. അതെ കരിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് കിട്ടും. പച്ചമുളക് ഒന്ന് വയറ്റെടുക്കും. ഓ ഉപ്പ്, സാൾട്ട് ആവശ്യത്തിന് മാത്രം ഇടുക. ആവശ്യത്തിനല്ല, വെറുതെ ഇട്ടത്. ആവശ്യത്തിന് പിന്നെ ഇടും. പിന്നെ ഇപ്പൊ എണ്ണെന്തിനി വെറുതെ എനിക്ക് എന്റെ കഴപ്പ്. ഇനി എല്ലാം കൂടി ഉപ്പ് കൂടി ഇപ്പം അങ്ങനെ കൊടുക്കൂല. ഇത് നമ്മൾ വയറ്റി എടുത്തിട്ടുണ്ട്. ഓഫാക്കി വെക്കുക. ഒരു പണിയില്ല, മാറ്റി വെക്കുക. എന്തിനാടാ വെട്ടിയത്? വെയിറ്റ് പറഞ്ഞുതരാം. കിട്ടി. അടുത്ത ആവശ്യം ഒരു നീങ്ങി കുറച്ച് തേങ്ങ ചിരണ്ടിയത്. തേങ്ങ ചിരണ്ടിയത് വാരി പറിക്കാൻ കിട്ടണം. വേണേ കുറച്ച് വായിലും ഇടാം. ഐ മീൻ കഴിക്കാൻ ഉദ്ദേശിച്ചാണ്. ഞാൻ ഉണ്ടായിരുന്ന പോരുന്ന എന്തിനാ ഞാൻ വേറെക്കാൻ പോണ. അത്യാവശ്യത്തിന് തേങ്ങ ഇവിടെ വേണം. നമ്മൾ ബാക്കി ഉപ്പിടാം. അതിനകത്ത് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്റെ പേരെന്തിനാണ്? എന്തിനത്? ഇത് ജീരകം. ജീരകം. എന്തൊക്കെയോ പറയും. എന്തൊരു ഗ്രീക്ക് സാധനമാണ്. ജീരകം. പിന്നെ മുളക് പൊടി വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ഇടാം. പച്ചമുളക് ഇട്ടിരിക്കില്ല. ചിലർക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, കളർ വ്യത്യാസത്തിൽ വേണമെന്നുണ്ടെങ്കിൽ. പെയിന്റ് ഒഴിക്കാൻ പറ്റില്ലല്ലോ. നീ അടുത്ത് വീടി ചമ്മന്തിയിൽ പെയിന്റ്. അയ്യോ, ഞാൻ എന്തോ മറന്നുപോയി. അതിടാം. നമ്മള് ഇനി നമ്മള് വയറ്റി വെച്ച സാധനം മിക്സിയുടെ ജാറിലോട്ട് ചുമ്മാ അങ്ങ് ഇട്ട് കൊടുക്കാം. വേറെ പരിപാടി ഒന്നുമില്ല. ചുമ്മാ ചമ്മന്തി എന്നിട്ടാലോ അതിന്റെ പേര്. ഓക്കെ, ഇതിന്റെ പേര് ചുമ്മാ ചമ്മന്തി എന്നാ. കാരണം പറയാൻ എളുപ്പമുണ്ട്. എന്തൊക്കെ പേര് എന്ന് വെച്ചാൽ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഇല്ല. എല്ലാം ചുമ്മാണ്. അപ്പൊ ചുമ്മാ ചമ്മന്തി. അനാവശ്യമായിട്ട് ചുമ്മാ പിന്നെ ഓടെല്ലാം കയറിയിരിക്കണ്ടേ. ചുമ്മാ തേങ്ങ, ചുമ്മാ കുറച്ച് സവാള, ചുമ്മാ തക്കാളി, ചുമ്മാ മുളക്, ചുമ്മാ ഉപ്പ് ഇട്ടേക്കണം നമ്മൾ ഈ സാധനം ഉണ്ടാക്കണം. അപ്പൊ ചുമ്മാ ചമ്മന്തി, അത് മതി. ചുമ്മാ ചമ്മന്തി എടുക്കുക. ബാക്കിലോട്ട് ഞാൻ ഇങ്ങനെ ഇറക്കിയ സർബത്ത ചമ്മന്തി ഇല്ലേ? ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ ചമ്മന്തി അരച്ചു കഴിഞ്ഞു. ഇതിങ്ങനെ കിട്ടും നമുക്ക്. നല്ല മണമാണ് ഈ സാധനം. അരച്ചെടുത്തിട്ട് വെച്ചിരിക്കാൻ നല്ല മണമാണ്. വെച്ചാൽ നിങ്ങൾ നോർമലി ചമ്മന്തി, അതായത് ഞാൻ പലയിടത്തും കണ്ടിട്ട് ചമ്മന്തി കറക്റ്റ് ആയിട്ട് പലർക്കും അരയ്ക്കാറുണ്ടോ. ഇത് ആക്ച്വലി നിങ്ങൾ മറ്റേ സാധനം ഉണ്ടല്ലോ, അമ്മി, അതിലിട്ട് അരച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ബട്ട് അതിവിടെ ഉണ്ട്, എനിക്കത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് വെറുതെ കൈ കളയണ്ടെന്ന് വിചാരിച്ച് ഉപയോഗിച്ചില്ല. അതിന് ഉപയോഗിക്കണമെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി എടുക്കണം. സോ ഐ ഡിക്ലെയർ ഇറ്റ്. എന്ത്? എനിക്ക് പറഞ്ഞൂടാ. ഇംഗ്ലീഷ് വല്ലപ്പോഴൊക്കെ പറഞ്ഞ ഇത് എന്തൊക്കെയാണ്. അങ്ങനെ നമ്മൾ ചമ്മന്തി നന്നായിട്ടൊന്ന് മിക്സ് വെക്കുക. എന്താണ് സ്പെഷ്യൽ ദോശ. ഇതിന് എണ്ണ ഇട്ടാ താളിക്കില്ലേ? മനസ്സിലായില്ല. ഈ എണ്ണയും കരിവേപ്പിലും കടുകും
കറിവേല ഉണ്ടാക്കാനല്ലേ നീ ഉദ്ദേശിച്ചത്? മറ്റേ കറിവേല ഉണ്ടാക്കണല്ലേ നീ ഉദ്ദേശിച്ചത്? അല്ല പൊതുവെ ചമ്മന്തി തളിക്കാറില്ലേ എന്നുള്ള ഇതിന്റെ ചോദിച്ചത്. ഇതിൽ അങ്ങനെയൊന്നും ഇല്ല. ഇത് ചുമ്മാ സാധനം, സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടിട്ട്. അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നമ്മള് ദോശ 2 മൊരിഞ്ഞ ദോശയും കുറച്ച് ചമ്മന്തി എടുക്കുക. കൊണ്ടിട്ട് മുടിഞ്ഞിട്ട് തോന്നുന്നില്ലല്ലോ. നേരത്തെ ഉണ്ടാക്കിയപ്പോ മരിഞ്ഞായിരുന്നത്. കുറച്ച് അത്യാവശ്യത്തെ ചമ്മന്തി എടുക്കുക. കാരണം ഇത് നമുക്ക് കഴിക്കാവുള്ള തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. യെസ്, ഇതാണ് സിമ്പിൾ ദോശ, സിമ്പിൾ ചമ്മന്തി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യാമറമാൻ ഓഫാക്കി. ഹായ് ഗൈസ്, നമ്മളങ്ങനെ ഇതുണ്ട് നമ്മുടെ ദോശയും ചമ്മന്തി. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയതാണ്. ഇവരാണ് ടേസ്റ്റിംഗ്. ഓക്കെ, ചെയ്തോ. കറക്റ്റ് റിവ്യൂ. ആ ഉള്ളിയുടെ ഒരു ചെറിയൊരു മധുരം. എരിവ് വേണമെന്നുള്ളത് എരിവിടാം, എരിവില്ല. കാരണം ഇച്ചിരി എരിവില്ല. ആ ഉള്ളിയുടെ മധുരം ഉള്ളതുകൊണ്ട് എരിവില്ല. കൊള്ളാം, ചമ്മന്തി കൊള്ളാം. നൈസ്. ഇത് ചുമ്മാ ഇരുന്നപ്പം തോന്നിയ ഒരു റെസിപ്പിയാണ്. അത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കും വലിയ പിടുത്തമില്ല. ഞാൻ നേരത്തെ ഒരിക്കൽ ഉണ്ടാക്കി, അത് ഫ്ലോപ്പ് ആയിപ്പോയി. പിന്നെ രണ്ടാമതിരുന്ന് ഉണ്ടാക്കിയപ്പം അത് കുറച്ച് വ്യത്യാസം. സൂര്യന്റെ വെളിച്ചം. രണ്ടാമതിരുന്ന് ഉണ്ടാക്കിയപ്പം അത് കുറച്ചും കൂടെ റെസിപ്പിയൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി എടുത്താണ് ചെയ്തത്. അപ്പോൾ ഓക്കെ ആയി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട്, നിങ്ങൾ വീട്ടിൽ ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചാലും മതി. നമുക്ക് പറ്റുമെങ്കിൽ ഇനി ഒരാൾക്കും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഫ്രീ ആണോ? ഒരു കാര്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. സീരിയസ്ലി ഉള്ളതാരാ കേട്ടോ? അല്ലല്ല, ഞാൻ അടുത്തത്. ഒരു മിനിറ്റ്. മധുരം കൊള്ളാമോ സാറ്? ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ഗെയിമറിന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. കിട്ടില്ല സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം അടുത്ത വീഡിയോ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.